ചടങ്ങിൻ്റെ ഉദ്ഘാടകനും അവാർഡ് സമർപ്പിക്കാൻ പലപ്പോഴും വന്നിട്ടുള്ളതുപോലെ ഇപ്പോഴും കൃത്യസമയത്ത് എത്തിച്ചേർന്ന ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ, ഈ അവാർഡിൻ്റെ ജേതാവും എൻ്റെ ആത്മമിത്രവുമായ ശ്രീ ജി വിജയരാഘവൻ, അദ്ദേഹത്തെ MVR അവാർഡ് കൊടുക്കുന്ന ഇത്തവണ GVR-നാണ്. അത് തന്നെ അടുത്ത സുഹൃത്തുക്കൾ അദ്ദേഹത്തെ GVR എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള MP സാജു, MVR-ൻ്റെ മകൻ, അദ്ദേഹം ഈ പ്രസ് ക്ലബിൻ്റെ കൂടെ ആളാണ്, പ്രമുഖ പത്ര രംഗത്തെ പ്രമുഖ വ്യക്തിത്വമായിട്ടുള്ള MV ഗിരീഷ് കുമാർ, പ്രിയപ്പെട്ട മനോജ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ, മറ്റ് നേതാക്കന്മാരെ, നമ്മുടെ സേവിയർ ലോപ്പസ്, അതുപോലെ തന്നെ ചെമ്പഴന്തി അനിൽ തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, CMBയുടെ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള സുധീഷ് കടന്നപ്പള്ളി ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമായിട്ടും നമ്മുടെ അവാർഡ് ജേതാവിന് എന്തുകൊണ്ട് ഈ അവാർഡ് കൊടുത്തു എന്നതിനെക്കുറിച്ചും നിശ്ചയമായും MVR-ൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും. MVR എന്ന ആ മൂന്നക്ഷരം കേരള രാഷ്ട്രീയത്തിലെ ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒരു ത്രയക്ഷരിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വളർച്ചയെക്കുറിച്ചെല്ലാം ധാരാളം എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. CMBയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം CMBയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുതിയതായി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ വളരെ അപൂർവമായി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നുണ്ടായി എന്നതിനെക്കുറിച്ച് തന്നെ വലിയ ചർച്ചകൾ എന്നും നടന്നിട്ടുണ്ട്. 1920 താഷ്കണ്ടിൽ വെച്ചാണോ അതോ 1925 കാൺപൂരിൽ വെച്ചാണോ എന്ന കാര്യത്തിൽ തന്നെ CPM-നും CPI-ക്കും രണ്ട് അഭിപ്രായമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു രാജ്യത്ത് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ്. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായി. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടേതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തെ 1/3 ജനസംഖ്യയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നയിക്കുന്ന രാജ്യങ്ങളായിരുന്നു. ഇന്നും ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആയി മാറിയിട്ടുള്ള ചൈന ഭരിക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗസംഖ്യ ഏതാണ്ട് 10 കോടി മെമ്പർമാരാണ്, 10 കോടിയോളം മെമ്പർമാരാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇത്രയും വലിയ പാർട്ടികളൊക്കെ നിൽക്കുന്ന സമയത്ത് ആ പാർട്ടിയിൽ തന്നെ 3 സ്റ്റേറ്റുകൾ നിരന്തരമായി ഭരിച്ചുകൊണ്ടിരുന്ന CPM എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPI ശേഷമുണ്ടായ CPM എന്ന പാർട്ടി, ആ പാർട്ടി ഒരു വ്യക്തിയെ മാത്രമേ പുറത്താക്കിയുള്ളൂ. അത് MVR-നെ മാത്രമാണ്. ഒരു വ്യക്തിയെ മാത്രമേ പുറത്താക്കിയുള്ളൂ. പക്ഷെ ആ ഒരു വ്യക്തിയെ പുറത്താക്കിയപ്പോൾ ഒരു പാർട്ടി ഉണ്ടായി. അതാണ് CMB-യും MVR-ഉം. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, തൃശ്ശൂരിൽ ടൗൺ ഹാളിൽ വെച്ച് കൽക്കട്ടയിൽ നിന്ന് ആനന്ദ് ബസാർ പത്രികയുടെ ലേഖകൻ വന്ന് എന്തുകൊണ്ടാണ് ദേശപ്പേരില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്? ലോകത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അവരുടെ രാജ്യത്തിൻ്റെ പേരും കൂടെ അതിനോടൊപ്പമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയൻ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, പിന്നീട് വന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്. ഇങ്ങനെ എല്ലാ പാർട്ടികളും ഉണ്ടെങ്കിലും ആനന്ദ് ബസാർ പത്രികയുടെ ലേഖകൻ ചോദിച്ചു, അപ്പോൾ ഞാനാണ് അദ്ദേഹത്തിൻ്റെ ദ്വിഭാഷിയായിട്ട് പ്രവർത്തിക്കുന്നത്, ദേശപ്പേരില്ലാത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ കാരണം എന്താണ്? MVR ഒരു നിമിഷം ഒന്ന് അത്ഭുതത്തോടുകൂടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആൻസറുകൾ ഒരുപക്ഷെ നേരത്തെ ആലോചിച്ച് വെച്ച ആൻസർ അല്ലല്ലോ. കമ്മ്യൂണിസ്റ്റുമാർ, ദേശപ്പേരില്ലാത്ത പാർട്ടിക്ക് ഏത് രാജ്യത്തും പ്രവർത്തിക്കാമല്ലോ, എവിടെയും പ്രവർത്തിക്കാൻ പറ്റുന്ന പാർട്ടി ദേശപ്പേരില്ലാത്ത പാർട്ടിയാണ്. വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്റർനാഷണൽ പാർട്ടികളാണ്.
ഇന്ന് ഇന്റർനാഷണൽ ഗാനം പലരും മറന്നുപോയി. ഇവിടെ ഇരിക്കുന്നവർക്ക് തന്നെ കുറച്ചു പേർക്ക് അറിയുകയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മേളനങ്ങൾ അവസാനിക്കുന്ന ഇന്റർനാഷണൽ പാർട്ടി കൊണ്ടാണ്. അപ്പൊ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു പാർട്ടിക്ക് ഒരു നാഷണൽ പേരിന്റെ ആവശ്യം എന്താണെന്ന് അദ്ദേഹം പതിവ് പോലെ തിരിച്ചു ചോദിച്ചു. വാസ്തവത്തിൽ ശരിയാണ്. അങ്ങനെ ദേശപ്പേരില്ലാത്തൊരു ചെറിയ പാർട്ടി CMP, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായി. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ ഇവിടെ വിവരിക്കേണ്ട കാര്യമില്ല. ഏതാണ്ട് പുരാണ ഇതിഹാസങ്ങളിലൊക്കെ യേശുക്രിസ്തു ജനിച്ചു എന്ന് കേട്ടപ്പോൾ ഹെരോദ രാജാവ് കുട്ടികളെ മുഴുവൻ കൊന്നു കളഞ്ഞു. ശ്രീകൃഷ്ണനെ അങ്ങനെ തന്നെയാണ്. ശിശുഹത്യ, ജനിച്ച കുട്ടികളെയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞതുപോലെ CMP എന്ന് പറയുന്നൊരു ശിശു, ഒരു ചെറിയൊരു പാർട്ടി. ആ പാർട്ടി ഉണ്ടായതിൻ്റെ പേരിൽ എന്തെല്ലാമാണ് അഭിനവ ഹെരോദാമാരും കംസന്മാരും ചെയ്തത് എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായത് ഇത് തരക്കാടില്ല, ഇത് ഭയങ്കര സംഭവമാണല്ലോ. അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിക്കോട്ടെ, ഞങ്ങൾക്ക് എന്താ എന്നങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ കുടുങ്ങി പോകുമായിരുന്നു. പക്ഷേ അവർ വെട്ടികളായതുകൊണ്ടല്ല. ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാലിനിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആരൂഢങ്ങളെ ചോദ്യം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് MV രാഘവൻ. അദ്ദേഹം സ്റ്റാലിനിസത്തിൽ കൂടെ വളർന്നു വന്ന ഒരാളാണ്. സ്റ്റാലിനെ ആരാധിച്ച ഒരാളാണ്. പക്ഷേ സ്റ്റാലിനിസം തെറ്റാണ് എന്ന അനുഭവത്തിലൂടെ മനസ്സിലാക്കുകയും 1992 ആകുമ്പോഴേക്കും സ്റ്റാലിനിസം സൈദ്ധാന്തികമായി തന്നെ തെറ്റാണ് എന്ന പ്രമേയം CMP അംഗീകരിക്കുകയും ചെയ്തതോടുകൂടി CMP ഒരു പുതിയ പാർട്ടിയായിട്ട് മാറുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തനത്തെക്കുറിച്ച്, അവരുടെ അധികാരത്തിൽ അവരുടെ പങ്കിനെക്കുറിച്ച് എല്ലാം വിപുലമായ ചർച്ചകൾ നടക്കുകയുണ്ടായി. എങ്ങനെയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ 21-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഈ നാട്ടിലെ പട്ടിണി അവസാനിപ്പിക്കണം. ഇവിടെ പട്ടിണിയാണല്ലോ വലിയൊരു പ്രശ്നം. അതെങ്ങനെ അവസാനിപ്പിക്കും? ആളുകൾക്ക് ഭൂമി ലഭ്യമാകണം, വിദ്യാഭ്യാസം കിട്ടണം, മിതമായ ആരോഗ്യമുണ്ടാകണം, പൊതുജന ആരോഗ്യം സംരക്ഷിക്കപ്പെടണം തുടങ്ങിയ കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അടിയന്തര കടമകൾ. അത് നിർവഹിക്കുന്നതിന് വേണ്ടി ആവശ്യമായ മൂലധനം, ആ മൂലധനം എവിടെയാണോ ലഭ്യമായത് ആ ലഭ്യമായ മൂലധനവും അധ്വാനവും ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ വികസനം ഉണ്ടാക്കാതെ വാചകമടികൾ കൊണ്ട് ഒരു രാജ്യവും മുന്നോട്ട് പോകില്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും മുന്നോട്ട് പോകുകയില്ല എന്ന് 80കളുടെ അവസാനത്തിലും 90കളുടെ ആദ്യത്തിലും തുറന്നു പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ത്യയിലുണ്ടെങ്കിൽ അത് MV രാഘവനായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് വെറുതെ പറയുക മാത്രമല്ല. അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കാൻ തുടങ്ങിയത് 60കളുടെ മധ്യത്തിലാണ്. സ്നേക്ക് പാർക്ക് ആദ്യം തുടങ്ങിയത് ഒരു ആശുപത്രിയാണ്. ചെറിയൊരു പാമ്പ് കടിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് മരിച്ചപ്പോൾ തുടങ്ങിയ ഒരു ആശുപത്രി. അവിടെയും അദ്ദേഹം ആയുർവേദവും അലോപ്പതിയും സംയോജിപ്പിച്ചു. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യ ഗവൺമെന്റിന്റെ മെഡിക്കൽ റിസർച്ച് വിങ് ICMR പാപ്പിനിശ്ശേരി എന്ന കൊച്ചു ഗ്രാമത്തിൽ വന്ന് പരമ്പരാഗതമായ വൈദ്യന്മാർ കൊടുക്കുന്ന മരുന്ന് കൊടുത്താൽ എന്തെല്ലാം ഫലമാണ് ഉണ്ടാവുക എന്ന ഒരു റിസർച്ച് പ്രോജക്റ്റ് ആരംഭിച്ചു. എന്നാൽ അലോപ്പതിയെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല. അതിനുശേഷം അദ്ദേഹം സ്നേക്ക് പാർക്ക് തുടങ്ങി. അദ്ദേഹത്തിന് പാമ്പുകളെ ഇഷ്ടമായിരുന്നു. ഞാനും അദ്ദേഹം തമ്മിലുള്ള ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസം പാമ്പുകളെ കുറിച്ചാണ്. പാമ്പുകൾ ലോകത്ത് ആവശ്യമില്ല എന്ന് കരുതുന്ന ഒരു തെറ്റായ ചിന്താഗതി കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ലോകത്ത് പല രാജ്യങ്ങളിലും പാമ്പില്ല. അയർലൻഡിൽ പാമ്പില്ല, ഇംഗ്ലണ്ടിൽ 1-2 പാമ്പേ ആകുള്ളൂ. പാമ്പില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പാമ്പില്ലാത്ത രാജ്യങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ MVR പാമ്പുകളുടെ ഒരു ആരാധകനാണെന്ന് ആയതുകൊണ്ടല്ല, മനുഷ്യനെ കടിക്കുന്ന ഈ പാമ്പിനെ എങ്ങനെയെങ്കിലും മെരുക്കാതെ മാർഗമില്ല, പാമ്പ് കടിയിൽ നിന്ന് ആളെ രക്ഷിക്കണം എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇത് ആരംഭിച്ചത്. അതിനുശേഷം അദ്ദേഹം AKG ഹോസ്പിറ്റൽ ഉണ്ടാക്കി. അന്ന് 8 ഓപ്പറേഷൻ തിയേറ്ററുകളാണ്. 1980-ൽ ഒരാശുപത്രിക്ക് ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്നാണ് അന്നത്തേക്ക് ധാരണ. പക്ഷെ 8 ഓപ്പറേഷൻ തിയേറ്ററുള്ള മലബാറിലെ ആദ്യത്തെ ആശുപത്രിയായിരുന്നു AKG ആശുപത്രി.
ഡോക്ടർ PK വാര്യരാണ് അവിടെ വന്നത്. പിന്നീട് അവർ തമ്മിലൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അങ്ങനെ അലോപ്പതിയുടെ ഏറ്റവും ഒരു കേന്ദ്രം വടക്കേ മലബാറിൽ AKG ആശുപത്രി ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് മാറി വന്ന് 91 തന്നെ അദ്ദേഹം പരിയാരത്ത് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയത്. കോഓപ്പറേറ്റീവ് സെക്ടർ ഉപയോഗിച്ചൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി. ഇതെല്ലാം അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാം ആലോചിക്കുന്നുണ്ടാവും എന്താണ് അതിനെതിരായി നടന്ന കാര്യങ്ങളൊന്നും പറയാത്തത്. അതൊരു വലിയ തത്വമാണ്. ഷോ മി എ ഹീറോ ഐ ഷാൽ റൈറ്റ് യു എ ട്രാജഡി എന്നൊരു പ്രസിദ്ധമായ ചൊല്ലുണ്ട്. ഒരാൾ ഹീറോ ആവുന്നത് ട്രാജഡിയെ കാണുമ്പോഴാണ്, ട്രാജഡിയുമായി ഏറ്റുമുട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ ട്രാജഡിയെ കണ്ടുമുട്ടുമ്പോഴാണ്. ഗ്രീക്ക് ട്രാജഡികളുടെ തത്വം അതാണ്. അദ്ദേഹം എല്ലാം ചെയ്തെങ്കിലും എല്ലാം അദ്ദേഹത്തിൽ നിന്ന് പിടിച്ചു പറിച്ചു. AKG ആശുപത്രി പിടിച്ചു പറിച്ചുകൊണ്ട് അദ്ദേഹത്തെ തെരുവിലൂടെ ഭ്രാന്തനെ ഓടിക്കുന്ന പോലെ, അദ്ദേഹത്തിൻ്റെ വാക്കാണ്, ഭ്രാന്തന്മാരുടെ പുറകിൽ കുട്ടികൾ കല്ലെറിയുന്നത് പോലെ MV രാഘവൻ എന്ന ആശുപത്രിയുടെ സ്ഥാപകനെ, കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന അദ്ദേഹത്തെ തെരുവിലൂടെ എറിഞ്ഞ് നടത്തിച്ചു. അതൊക്കെ അതിൻ്റെയൊക്കെ ട്രോമ അനുഭവിച്ച ഒരു കുട്ടിയാണ് ഗിരീഷ്, ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. പരിയാരം മെഡിക്കൽ കോളേജ് അവസാനത്തിൽ നിന്ന് പിടിച്ചെടുത്തത് പുലർച്ചെ 4 മണിക്ക്. ഇന്നിപ്പോൾ BJPയുടെ അതിക്രമങ്ങളെക്കുറിച്ചും SIR കുറിച്ചൊക്കെ CPM പറയുന്നുണ്ടല്ലോ. ഞാനും PP തങ്കൻ സാറും കൂടെ 4 മണിക്ക്, ഞാൻ സംഘസാറെ കാണിച്ചു തരാം എങ്ങനെയാണിത് പിടിക്കുക, എന്നാൽ എനിക്കും ഒന്ന് കാണാൻ, നമുക്ക് പോവാം. 4 മണിക്ക് ചെന്നപ്പോൾ 4000-5000 ആളുകളോട് ഇരിക്കുകയാണ്. അത് വോട്ടർമാരല്ലാത്ത ആൾക്കാർ, 200-500 വോട്ടറുള്ളൂ. പിടിച്ചെടുത്തു. അതിൻ്റെ പേരിൽ കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായി. 5 പേര് മരിച്ചു. ഇപ്പം അടുത്തൊരാൾ മരിച്ചു. 6 പേര് മരിച്ചു. അപ്പം അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനെ മുഴുവൻ നെഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടി CMB എന്ന ശിശുവിനെ കൊല്ലാൻ വേണ്ടി മാത്രമല്ല, വികസനത്തിന് വേണ്ടി, അതും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ രീതിയിൽ ഭംഗിയായിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അതിനെ മുഴുവൻ തകർത്തെറിയാൻ ഇവിടെ കേരളത്തിൽ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ സമാന്തരമായി നമ്മൾ മറ്റൊരാളെ കാണുകയാണ്. അതാണ് GVR, G വിജയരാഘവൻ. അദ്ദേഹം MVRന്റെ അനുഭാവിയോ അനുയായിയോ ഒന്നുമല്ല. അദ്ദേഹം വേണമെങ്കിൽ MVRന്റെ ഒരു ക്രിട്ടിക്കായിരിക്കും. ഇതേ 91 MVR അവിടെ പരിയാരം പണിയുന്ന സമയത്ത് ഇവിടെ ടെക്നോ പാർക്ക് ഉയരുകയാണ്. ടെക്നോ പാർക്കിന്റെ തത്വം അത് തന്നെയാണ്. സ്റ്റേറ്റും അതേപോലെ തന്നെ മാർക്കറ്റും അല്ലെങ്കിൽ കോർപ്പറേറ്റും കൈകോർത്തതാണ് ടെക്നോ പാർക്ക്. അതിനുവേണ്ടി അദ്ദേഹം ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമം ഞങ്ങൾ വളരെ തിക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ പോലെ സഹോദരന്മാരെ പോലെയാണ്. തമാശകളും കാര്യങ്ങളെല്ലാം പറയും. എങ്ങനെയാണ് ടെക്നോ പാർക്ക് ഉണ്ടാക്കിയെടുത്തത്, അതിൽ ഗൗരിയമ്മയും നായനാരും പിന്നീട് കരുണാകരൻ്റെ ഗവൺമെൻറ്റും എല്ലാം വഹിച്ച പങ്ക്. പ്രത്യേകിച്ചും ഗൗരിയമ്മയായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധം പോലെ, നായനാരുമായി അദ്ദേഹത്തിനുള്ള ബന്ധം ഒരച്ഛനും മകനും തമ്മിലുള്ള ബന്ധമായിരുന്നു. അന്ന് എത്ര വയസ്സാണ് വിജയരാഘവന്? വയസ്സ് പറയാൻ പാടില്ലെങ്കിലും ടെക്നോ പാർക്ക് ഉണ്ടാക്കുമ്പോൾ വിജയരാഘവന് 32 വയസ്സേ ഉള്ളൂ. ശരിയല്ലേ? 32 വയസ്സ്. 32 വയസ്സുള്ള വിജയരാഘവനാണ് ടെക്നോ പാർക്കിൻ്റെ CEO. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് കണ്ണാടി തൂക്കിയിടുന്ന ഒരു കണ്ണാടി ഉള്ളിട്ട് നടക്കുന്ന അദ്ദേഹത്തെ. ഇന്നും അദ്ദേഹത്തെ അതുപോലെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ 2 ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡേഴ്സാണ്. അദ്ദേഹം പൊളിറ്റിക്കൽ പാർട്ടി ബിൽഡറാണ്, അതേപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡറാണ്. വിഴിഞ്ഞം തുറമുഖം, അതിൻ്റെ കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായിട്ട് ബോക്സൈറ്റ് കൊണ്ടുവന്നത് ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു കോൺഗ്രസ്സുകാരൻ, ഡിക്രൂസ്. എൻ്റെ അഭിപ്രായത്തിൽ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അദ്ദേഹത്തെ ഞങ്ങൾ ഇവിടെ വിളിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ. ആ ഡിക്രൂസിൻ്റെ ആ ബോക്സൈറ്റ് കൊണ്ടുവന്ന ആ ഒരു എന്താ പറയുക, മച്ചുവാന്നല്ല എന്നെ വിളിക്കുന്നത്, ഒരു ചെറിയൊരു കപ്പൽ എന്നൊക്കെ പറയാം, പായ്ക്കപ്പൽ. മനോരമ പരിഹസിച്ച് എഴുതി. ചുമ്മാരേട്ടൻ പറഞ്ഞു MV രാഘവനും കരുണാകരനും കൂടെ ക്യാപ്റ്റൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ബീഡിക്കുറ്റിയും വലിച്ച് ലുങ്കി മടക്കി കുത്തിയ ഒരാൾ വന്നു പറഞ്ഞു, ഞാൻ അതിൻ്റെ ക്യാപ്റ്റൻ. അപ്പം ഞാനന്ന് ചുമ്മാരേട്ടനോട് പറഞ്ഞു, ചുമ്മാരേട്ടാ ഇതൊരു കാളവണ്ടിയാണ്, പക്ഷേ 1000 കാളവണ്ടിയിൽ ഒരു കപ്പലിൽ കയറുന്ന സാധനം കയറും, അതുകൊണ്ട് എണ്ണം കൂടിയാൽ മതി.
ആദ്യമായൊരു പായ്ക്കപ്പലാണ് വന്നത്. അതിനുശേഷം അത് കസ്റ്റംസായി, പിന്നീട് അത് പോർട്ടിന് വേണ്ടി 93-94 തന്നെ കുമാർ ഗ്രൂപ്പുമായി ഒപ്പിട്ടു. കുമാർ ഗ്രൂപ്പ് കുറവങ്കോണത്തൊരു സ്ഥാപനം ആരംഭിച്ചു, അവരുടെ ഓഫീസ് ആരംഭിച്ചു, പ്രവർത്തനങ്ങൾ തുടങ്ങി. പക്ഷേ കണ്ണൂരിൽ അദ്ദേഹത്തിന് സ്വന്തം നാട്ടിൽ ഒരുപാട് എതിർപ്പ് നേരിട്ടുവെങ്കിൽ അന്നൊന്നും ഈ തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളി സമൂഹമോ അവരുടെ നേതൃത്വപരമായിട്ടുള്ള ലാറ്റിൻ കത്തോലിക്ക സഭയോ ഒന്നും അതിനെതിരായിട്ട് ചെയ്തില്ല, അല്ലേ? അവർ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് വാഗ്ദാന ലംഘനം വന്നപ്പോഴാണ് സമരം ഉണ്ടായത്. ആ അർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സ്ഥാപകൻ അദ്ദേഹമാണ്. അത് കഴിഞ്ഞു AK ആന്റണി ഗവൺമെൻറ് വന്നപ്പോൾ അദ്ദേഹം ലോകത്തെ പ്രധാനപ്പെട്ട മാൾട്ടയിൽ, റോട്ടർഡാമിൽ, ലണ്ടനിൽ, മിക്കവാറും ലോകത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലൊക്കെ പോയി അവിടുത്തെ സിഇഒമാരെ കണ്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഒരു എക്സ്പെർട്ടിനെ, ജയകുമാറിനെ വെച്ച് എല്ലാ കാര്യവും ചെയ്തു. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നപ്പോൾ, ഉമ്മൻചാണ്ടിയുടെ ആദ്യത്തെ ഗവൺമെൻറ് വന്നപ്പോൾ അതിൽ അദ്ദേഹമുണ്ട്. രണ്ടാമത്തെ ഗവൺമെൻറ് വന്നപ്പോൾ അദ്ദേഹം അതിലില്ല. അദ്ദേഹം മരിച്ചുപോയ സമയത്ത് 2014-11 അദ്ദേഹം തോറ്റുപോയി. ഉമ്മൻചാണ്ടിയാണ് അതിനടിസ്ഥാനപരമായിട്ടുള്ള ഒപ്പിട്ടത് എങ്കിൽ പോലും MBR വരച്ച ചിത്രമല്ലാതെ ഒന്നും വിഴിഞ്ഞത്ത് ഇപ്പോഴും ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ഇനിയിപ്പോൾ എൻ്റെ phase 2, phase 3 ഒക്കെ വരുന്നു, ഒരുപാട് കാര്യങ്ങൾ വരുന്നു. മത്സ്യത്തൊഴിലാളികൾക്കതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഏറ്റവും ഭംഗിയായി ഏറ്റെടുത്ത രാഷ്ട്രീയ നേതാവാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. രാഹുൽ ഗാന്ധിയെ കൊണ്ടുപോലും ആ വിഷയത്തിൽ ഇടപെടിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇനി പുതിയ ഗവൺമെൻറ്, അദ്ദേഹത്തിൻ്റെ എല്ലാ നേതൃത്വത്തിൽ ഒരു പുതിയ ഗവൺമെൻറ് അടുത്ത വേനൽക്കാലത്ത് കേരളത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും കരുതുന്നത്, എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പ്രസംഗം മനഃപൂർവ്വം 2-3 കാര്യങ്ങൾ പറയുകയാണ്. കോഓപ്പറേറ്റീവ് സെക്ടർ, ആ കോഓപ്പറേറ്റീവ് സെക്ടർ എന്നൊരു മുൾക്കിരീടമായി മാറിയിരിക്കുകയാണ്. ജനകൻ കോഓപ്പറേറ്റീവിൽ അധികം പ്രവർത്തിച്ചിട്ടുള്ളതല്ല. അപ്പം നമ്മളൊരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർക്കാണ് ഈ അവാർഡ് ഇത്തവണ കൊടുക്കുന്നത്. അദ്ദേഹം ടെക്നോ പാർക്ക് മാത്രമല്ല, അദ്ദേഹം നിഷ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. ഇപ്പം അദ്ദേഹം അതിലില്ല. അദ്ദേഹം പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കും, അവിടെ നിന്ന് കടന്ന് ഒരു സന്യാസിയെ പോലെ എല്ലാം ഉപേക്ഷിക്കാനുള്ള കഴിവ് അദ്ദേഹം ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ കഴിവാണ് അദ്ദേഹത്തിന് ഉപേക്ഷിക്കാനുള്ള കഴിവ്. ടെക്നോ പാർക്കിൽ ഇന്ന് അദ്ദേഹം ചെന്നാൽ അവിടുത്തെ ഗേറ്റ് കീപ്പർ ചോദിക്കും ആരാണ് ചോദിക്കും, അല്ലേ? അദ്ദേഹത്തെ അവിടെ ആരുമല്ല. പക്ഷേ ടെക്നോ പാർക്ക് എന്ന് പറയുമ്പോൾ വിജയരാഘവൻ അവിടെയുണ്ട്. നിഷ് എന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഉണ്ടാക്കി. ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇപ്പോൾ അദ്ദേഹം അതിൻ്റെ ആരുമല്ല, നിഷിൻ്റെ ആരുമല്ല, പക്ഷെ എല്ലാമാണ്. ഇപ്പോൾ അദ്ദേഹം ഓട്ടിസത്തിലാണ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതാണ് നടക്കുന്നത്. സൺടെക്കിനെ പോലുള്ള വലിയ വലിയ കമ്പനികളുടെ എത്രയോ സ്ഥാപനങ്ങൾ ഈ നാടിനെ, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിൻ്റെ, ആധുനിക തിരുവനന്തപുരത്തിൻ്റെ ശില്പികളിൽ ഏറ്റവും പ്രമുഖനാണ് ജി വിജയരാഘവൻ എന്നതാണ് ഞങ്ങളെ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ പ്രേരിപ്പിച്ചത്. ഞാൻ അദ്ദേഹത്തെ ഇരുത്തി പുകഴ്ത്തുന്നത് നല്ലതല്ലെങ്കിലും ട്രസ്റ്റിൻ്റെ ചെയർമാൻ എന്നുള്ള എനിക്ക് അതൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ. അദ്ദേഹം ഏറ്റവും നല്ലൊരു സുഹൃത്തുമാണ്. അദ്ദേഹം UDFൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ PK വേണുഗോപാലും KC ജോസഫും ഞാനും അടങ്ങുന്ന കുറേ ആളുകളുണ്ട്. അദ്ദേഹത്തിന് ആയിരക്കണക്കിന് സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പ്ലാനിംഗ് ബോർഡിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ 6-7 വർഷക്കാലം പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ദക്ഷിണ വളരെ വലുതാണ്. ഞാൻ നീട്ടി പറയുന്നില്ല, പക്ഷേ കോപ്പറേറ്റീവിനെ കുറിച്ചുകൂടി പ്രതിപക്ഷ നേതാവ് ഉള്ളതുകൊണ്ട് പറയുകയാണ്. കോപ്പറേറ്റീവ് സെക്ടർ ഇന്നൊരു മുൾക്കിരീടമായി മാറിയിരിക്കുകയാണ്. ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് 2 ഫോൺ വന്നു. ഒന്ന് ഡെപ്പോസിറ്റ് ഡ്യൂ ആയിട്ടുള്ള ഒരു ലേഡിയാണ്, അവർക്ക് കൊടുക്കണം. മറ്റൊന്ന് ഡെപ്പോസിറ്റ് പണം എടുത്തിട്ട് അടയ്ക്കാത്തവരാണ്. ആ രണ്ടുപേരും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. പക്ഷേ ഇന്ന് കേരളത്തിൽ കോപ്പറേറ്റീവ് സെക്ടർ ഒരു വലിയ പ്രതിസന്ധിയിലാണ്. പണമടയ്ക്കാൻ കഴിയുന്നില്ല, പണം എടുത്തവർക്ക് അടയ്ക്കാൻ കഴിയുന്നില്ല. ചിലര്, അതിൽ കുറച്ചാളുകൾ വിൽഫുൾ ഡിഫോൾട്ടേഴ്സ് ഉണ്ട്. സഹകരണത്തിൽ നിന്നും പണം വലിഞ്ഞു പോകുന്നു. ഇന്ന് ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? ഗവൺമെന്റ് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി വീണ്ടും കോപ്പറേറ്റീവ് സെക്ടറിൽ നിന്ന് പണം എടുക്കുകയാണ്. ഞാൻ പ്രതിപക്ഷ നേതാവിനോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, കോപ്പറേറ്റീവിന്റെ പണം
ആദ്യം കോപ്പറേറ്റീവിനെ രക്ഷിക്കാൻ ഉപയോഗിക്കണം. ഞാൻ ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടെന്നല്ല, കോപ്പറേറ്റീവുകൾ തകർന്നടിയാണ്. ആ തകർന്നടിയുമ്പോൾ അതിനൊരു കൺസോർഷ്യം ഉണ്ടാക്കി തകർന്ന കോപ്പറേറ്റീവുകൾക്ക് പണം കൊടുക്കാതെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച നടപടികൾക്ക്, പലപ്പോഴും അശാസ്ത്രീയമായ പരിപാടികൾക്ക് പോലും പണം കണ്ടെത്താൻ കോപ്പറേറ്റീവിൻ്റെ പൈസ എടുക്കുക. കോപ്പറേറ്റീവുകൾ ഊർദ്ധശ്വാസം വലിക്കുകയാണ് തിരുവനന്തപുരത്ത് പല സ്ഥലത്തും. എൻ്റെ പ്രസംഗം നീണ്ടുപോയതിൽ ക്ഷമിക്കണം. ഒരിക്കൽ കൂടി ഞാൻ MVRന്റെ സ്മരണകൾക്ക് മുമ്പിൽ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് നേരത്തെ സാജുവിടെ പറഞ്ഞതുപോലെ എപ്പോഴും ഈ അവാർഡ് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഇതിനു വേണ്ടി മാത്രമാണ് ഇവിടെ വന്നത്. ഇപ്പം തന്നെ തിരിച്ചു പോവുകയാണ്, ഇന്ന് തന്നെ തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് CMPയുടെ ഒരു കാര്യം പറഞ്ഞാൽ, MVRന്റെ ഒരു അതുപോലെ തന്നെ അനുസ്മരണങ്ങൾ പറഞ്ഞാൽ, എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളിൽ ഒരാളായി നമ്മുടെ സഹോദരനെ പോലെ ഓടി വരുന്ന അദ്ദേഹത്തിന് ഒരു നന്ദി കൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോവുകയാണ്. ഒരു സംശയം ആർക്കും വേണ്ട, ഒരു സംശയവും വേണ്ട. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നടക്കാൻ പോകുന്ന മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഐക്യജനാധിപത്യ മുന്നണി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. നിശബ്ദമായി പ്രവർത്തിക്കുകയും പ്രചണ്ഡമായി ഘോഷിക്കുകയും ചെയ്യുന്ന ഒരു വിജയം നമുക്കുണ്ടാകും. അതിന് ഈ വരുന്ന ഡിസംബർ സാക്ഷിയാകും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതിൻ്റെ തിരക്കുകൾ നിൽക്കുമ്പോൾ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ അവാർഡ് നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കും.